അമേരിക്കയെ തകർക്കാൻ ഇറാനെ അപ്രഖ്യാപിതമായി കൂട്ടുപിടിച്ച് റഷ്യ. ലോകത്തെ ഞെട്ടിച്ച് പുതിയ സഖ്യം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം അഭൂതപൂർവമായ നിലയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും അമേരിക്കയുടെ ഉപരോധങ്ങളാൽ ഒറ്റപ്പെട്ട ഈ രണ്ട് ശക്തികളും പരസ്പരം താങ്ങും തണലുമായി പുതിയൊരു ഭൗമ രാഷ്ട്രീയ സഖ്യത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. ഈ അപ്രഖ്യാപിത കൂട്ടുകെട്ട് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് കനത്ത വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവരികയാണ്. റഷ്യൻ ആക്രമണങ്ങൾക്ക് ഇറാനിയൻ ഡ്രോണുകൾ തുണയാവുന്നതും ആണവ രഹസ്യങ്ങൾ പരസ്പരം കൈമാറുന്നതടക്കമുള്ള സമീപകാല സംഭവ വികാസങ്ങൾ ഈ ബന്ധത്തിന്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും. ഈ ഉപരോധങ്ങളെ മറികടക്കാൻ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ആശ്രയിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വർധനവ് വരുത്തിയത് ചൈനയെ പോലും ബാധിച്ചിട്ടുണ്ട്. ഉപരോധങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക ഞെരുക്കം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും പുതിയ വ്യാപാര വഴികൾ കണ്ടെത്തുന്നു. ഊർജം, ധനകാര്യം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നുണ്ട്. ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും പൊതുവായ താൽപര്യങ്ങളുമുണ്ട്. സൈനിക സഹകരണമാണ് ഈ കൂട്ടുകെട്ടിന്റെ മറ്റൊരു നിർണായക വശം. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഇറാന്റെ ഷാഹദ് ഡ്രോണുകൾ വലിയ തോതിൽ സഹായകമായിട്ടുണ്ട്. റഷ്യൻ സൈന്യം യുക്രൈൻ നഗരങ്ങളിൽ നടത്തിയ പല ആക്രമണങ്ങളിലും ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ഡ്രോണുകൾ യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യം വെക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഇതിന് പ്രത്യുപകാരമായി റഷ്യ ഇറാന് ആണവ സാങ്കേതിക വിദ്യയും സൈനിക സഹായങ്ങളും നൽകുന്നുണ്ടെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നത്. റഷ്യ ഇറാൻ ആണവ രഹസ്യങ്ങൾ ചോർത്തിയെന്ന ആശങ്ക യുഎസും ബ്രിട്ടനും പങ്കുവച്ചതായി സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതിനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചി അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് റഷ്യൻ സഹായത്തോടെയുള്ള ഇറാന്റെ ആണവ പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ വർദ്ധിച്ചു വരുന്ന സഹകരണം അമേരിക്കയുടെ ആഗോള മേൽക്കോയ്മയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനും റഷ്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ഇറാന്റെ സഹായം റഷ്യയ്ക്ക് നിർണായകമാണ്. സിറിയയിലെ സമീപകാല രാഷ്ട്രീയ മാറ്റങ്ങൾ ഇതിന് ഉദാഹരണവുമാണ്. സിറിയയുടെ പുതിയ നേതാവ് അഹമ്മദ് അൽ ഷറ റഷ്യയുമായും ഇറാനുമായുമുള്ള ബന്ധം പ്രധാനമാണെന്ന് ഊന്നിപ്പറഞ്ഞു. സിറിയയുടെ എല്ലാ ആയുധങ്ങളും റഷ്യൻ നിർമ്മിതമാണെന്നും റഷ്യ സിറിയ വിട്ടുപോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയാണ് കാണിക്കുന്നത്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരമ്പരാഗത പാശ്ചാത്യ സഖ്യങ്ങളെ തകർക്കുകയും ആഗോള സുരക്ഷയിൽ അമേരിക്കയുടെ പങ്ക് പുനർനിർവചിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചൈന, റഷ്യ, ഇറാൻ എന്നിവർ അമേരിക്കൻ സ്വാധീനത്തിനെതിരായി തങ്ങളുടെ സൈനിക സഹകരണം വർദ്ധിപ്പിക്കാൻ ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തുകയാണ്. ഒമാൻ ഉൾക്കടലിൽ ചൈനയും റഷ്യയും ഇറാനും സംയുക്തമായി നടത്തുന്ന സെക്യൂരിറ്റി ബെൽറ്റ് 2025 നാവിക അഭ്യാസങ്ങൾ ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഈ അഭ്യാസങ്ങൾ മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നേരിട്ടുള്ള ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. ഈ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ നേരിടാൻ അമേരിക്കയുടെ പ്രതികരണവും ശക്തമാണ്. റഷ്യക്കെതിരെയും ഇറാനെതിരെയും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ അമേരിക്കൻ ഭരണകൂടം സജീവമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളെയും ഒറ്റപ്പെടുത്താനും അവയുടെ സാമ്പത്തിക സൈനിക ശേഷി തകർക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ഉപരോധങ്ങൾ. എന്നാൽ റഷ്യയും ഇറാനും ചൈനയുമായി ചേർന്ന് രൂപീകരിക്കുന്ന ഈ പുതിയ സഖ്യം ഉപരോധങ്ങളെ മറികടക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയും പരസ്പരം പിന്തുണ നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ആണവ വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ചകൾക്ക് റഷ്യയുടെ സഹായം ലഭിക്കുമെന്ന സൂചനകളുമുണ്ട്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചേക്കാം. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ അപ്രഖ്യാപിത സഖ്യം ലോക രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുതിയ ബഹുദ്രുവ ലോകാക്രമം രൂപപ്പെടുന്നതിന്റെ സൂചനയാണിത്. അമേരിക്കയും സഖ്യകക്ഷികളും ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്നത് നിർണായകമാണ്. നയതന്ത്രപരമായും സൈനികപരമായും സാമ്പത്തികപരമായും ഈ പുതിയ വെല്ലുവിളികളെ നേരിടാൻ അമേരിക്കയ്ക്ക് കൃത്യമായ തന്ത്രങ്ങൾ ആവശ്യമാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ ബന്ധം കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അത് ആഗോള സുരക്ഷയെയും സ്ഥിരതയെയും സാരമായി ബാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വരും ദിവസങ്ങളിൽ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ സഖ്യത്തിന്റെ അടുത്ത നീക്കങ്ങളിലേക്കും അതിനോടുള്ള ലോകശക്തികളുടെ പ്രതികരണങ്ങളിലേക്കുമാണ്.